2 വണ്ടികൾ നമ്മളെ പേഴ്സണൽ കാറ്, അത് ഒന്ന് നമ്മളെ മെക്ലാരൻ. ഡോജ് വലിയ വണ്ടി തന്നെയാണ്, എന്നാലും മെക്ലാരൻ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാല് വലിയ കാര്യം ഇത്. ചില പുതിയ നമ്മൾ പിന്നെയും കാർ സൈലൻസ് സിമുലേറ്റർ ഡീലർഷിപ്പാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ അത് സമയത്ത് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ഗെയിമിലോട്ട് ലാസ്റ്റ് വേളി നമ്മളൊരു ഓഡി Q7 വാങ്ങിച്ച് വിറ്റിനായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല പൈസ ആദ്യം 7,000 ഉണ്ടായിരുന്നു ഫസ്റ്റ്. ഓക്കെ, നമുക്ക് ആദ്യം നെയ്ബർഹുഡ് പോവാം. ഇവിടുന്ന് കുറച്ച് നല്ല വണ്ടി വേണം ശരിക്കും. ഇപ്പം നമ്മളധികം നല്ല വണ്ടിയല്ല ഇപ്പം വിൽക്കുന്നത്, കുറച്ച് ചെറിയ വണ്ടിയാണ്. പക്ഷെ BMW നല്ലതാണ്, പക്ഷെ എന്നാലും പൈസ കുറവാ. ചെറിയ BMW. ഓക്കെ, BMW Kia Civic ആണെന്ന് തോന്നുന്നു, അല്ല അതും BMW. ഓക്കെ, അധികം ഈ നെയ്ബർഹുഡിൽ അത്ര നല്ല വണ്ടികൾ ഉണ്ടാവില്ല. നമുക്ക് ശരിക്കും നല്ല വണ്ടി വേണമെങ്കിൽ അപ്പുറത്ത് ഇവിടെ പോണം, നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ. അപ്പം ഇവിടെ എല്ലാം കച്ചറ മറ്റേ ഒരു ഇതെല്ലാം ഉള്ള ലോഡ് സ്കോഡ് ക്ലാസിക്കോ അല്ല. ശരിക്കും ഇത് നമുക്ക് റിഫ്രഷ് ചെയ്യാം, എന്നിട്ട് നോക്കാം. ഓക്കെ, അത് വണ്ടി സിവിക്ക്. നമുക്ക് ശരിക്കും ഒരു നല്ല വണ്ടി വേണം. ഈ സൈഡിൽ Q7 ഉണ്ട് ഓടിൻ്റെ. നമുക്ക് ഒന്ന് ഉറങ്ങിയിട്ട് വരാം, അപ്പം ചാൻസ് റിഫ്രഷ് ആയിട്ട് മാർക്കറ്റ് പ്ലേസ്. ഓക്കെ, ഞങ്ങൾക്ക് 2 ദിവസം 2-3 ദിവസമായിട്ട് സ്കിപ്പ് ചെയ്ത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആയി, നമുക്ക് പോവാം. ഓക്കെ, കാർ മാർക്കറ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഒരു ഇത് മറ്റേ ലോഡ് സ്കോഡ് ഉണ്ട്, പിന്നെ ഒരു സ്കോഡയുണ്ട്. പിന്നെ ബഡ്ജറ്റിൽ വരാത്ത ചാർജർ. ഓക്കെ, എന്തായാലും പൈസ ഉണ്ടാവില്ല. ചാർജറിന് എത്രയാ? 24,000. ഓക്കെ, ലാഭമാണ്. ഓക്കെ, 24,000 ശരിക്കും അത്ര പൈസ ഒന്നുമില്ല. സോ ഒന്ന് സ്കോഡേൻ്റെ പൈസയും കൂടെ നോക്കട്ടെ. സ്കോഡേൻ്റെ ചാർജറിനേക്കാളും വരെ ഇതെങ്ങനെയാണ് എനിക്ക് തിരിയാത്തത്? 33,000 വന്നു. എപ്പോഴോ 13 മൊബൈലായിരുന്നു. എനിക്ക് ഈ ചാർജറൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് ഈ ചാർജർ വാങ്ങാം. ഒന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കാം. ഒരു 22,000. ഓക്കെ, നമുക്ക് ഈ വണ്ടി കിട്ടി 22,000 തന്നെ. സോ ലാഭമാണ് ചാർജറല്ലേ. ഓക്കെ, ഓക്കെ, അടിപൊളിയാണ്. കുറച്ച് ഓക്കെ, ഡ്രിഫ്റ്റ് ഉണ്ട്. ഡ്രിഫ്റ്റ് കിറ്റാൻ തോന്നിട്ടില്ല വണ്ടിയിൽ. ഓക്കെ, കുറച്ച് ഇതൊന്ന് റിവ്യൂ ചെയ്ത് നമുക്ക് ഇതെന്തോന്നോ ഇത് കൺട്രോളിങ് എല്ലാം ഇട്ടു. ഓക്കെ, ഡ്രിഫ്റ്റ് കിറ്റാൻ തോന്നുന്നത് മാറ്റണം ഇപ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തട്ടു. എത്തി. ഓക്കെ, റിപ്പയർ ഒന്നും ഇല്ല തോന്നി. വണ്ടി ഫുള്ളി ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓട്ടെ, ഓക്കെ, വണ്ടി ഫുൾ സെറ്റാണ്. നേരെ വണ്ടി ഇങ്ങനെ ചെയ്ത് മാറ്റണം. അലോയ്സ് എല്ലാം ചേഞ്ച് ചെയ്യണം. അലോയിലൊരു വൃത്തിയായിട്ട് അലോയിലുള്ളത്. ഡ്രിഫ്റ്റ് കിറ്റ് ആയിരുന്നു വണ്ടിയിലുണ്ടായിരുന്നേ. അതാണ് ഇത്ര കുഴപ്പം. ഓക്കെ, ABS എല്ലാം ഇട്ടിനായിരുന്നു, അതുകൊണ്ട് നല്ല കാര്യമാണ്. സസ്പെൻഷൻ ഫുൾ ഇടാം, എല്ലാം 2 തത്തിക്കും. ഓക്കെ, അത് പുരട്ടെ. ലൈറ്റ് ഡോജ് എന്ന് പറഞ്ഞ ഒരു ഡീമാണല്ലേ, അതുകൊണ്ട് നമുക്ക് റെഡ് കൊടുക്കാം. ഡോജിന് വേണ്ടിയിട്ട് റെഡ് ലൈറ്റ് കൊടുക്കാം. ലൈറ്റ് അടിയും കാണുന്നൊന്നുമില്ല.
കുഴപ്പമില്ല, ഇതിട്ടേക്കാം. പ്ലേറ്റ്സ് പിന്നെ കാലിഫോർണിയൻ്റെ. ഓക്കെ, അലോയ്സ്. ഇനി അലോയ്സ് ആണ് നോക്കണ്ട. ഓക്കെ, ഇതെല്ലാം നല്ലുണ്ട്. പക്ഷെ നല്ല പൈസ ആയിരുന്നല്ലോ, പൈസ പോകും. ഓക്കെ, ഇതടിപൊളി ശരിക്കും. ഈ വണ്ടിക്കാണോ ചേരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു അലോയ്സ് ഇടാൻ തോന്നുന്നു, നല്ല രസമുണ്ട് കാണേ. ഓക്കെ, സെറ്റ്. വണ്ടി ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അലോയ്സ് എല്ലാം അടിപൊളിയാക്കി. നമുക്ക് വണ്ടീൻ്റെ പെയിന്റ് കൂടി മാറ്റിക്കാനാ. അയ്യോ, ഇപ്പം തട്ടും വണ്ടി. പെയിന്റ് കൂടി മാറ്റിക്കാൻ അടിപൊളിയാവും. ഓക്കെ, വണ്ടീൻ്റെ കളർ ഭയങ്കര ഇതായിട്ടുള്ള കുറച്ച് പോളിഷ് ആക്കിയിട്ട്. ഓക്കെ, റെഡ് അടിപൊളി. ബ്ലാക്ക് ഒന്നും അല്ലുണ്ട്, പക്ഷെ റെഡ് വേറെ തന്നെ ഒരു രസമുണ്ട്. ബ്ലഡ് റെഡ് ആക്കിയാലോ. ഓഫ്, എന്താ ലുക്ക്. ഓക്കെ, ഇത് അടിപൊളിയായിരുന്നു കാണാൻ എനിക്ക്. ഓക്കെ, എനിക്കിപ്പോ ഒരു മിനിറ്റ്. അയ്യോ, ഇതെന്തൊന്നായിപ്പോ ചേട്ടാ, ഇത് പോളിഷ് ആക്കണം. ഞാൻ പറയാ, എനിക്കിപ്പോ ഒരു റയർ കാറ് കിട്ടിയെന്ന് ഡെയിലി ക്ലെയിം സ്ലിപ്പ് കിട്ടി. ഏതാ വണ്ടി ഞാനിപ്പോ കാണിച്ചാ വന്നിട്ടുണ്ട്. ഞാൻ വേറെന്തോ ആയി കേട്ടാ. ഈ വണ്ടി ആണെങ്കിൽ സ്റ്റാർട്ട് ഓഫീസിൻ്റെ അടുത്തുണ്ടാവുന്ന അതിൽ കാണിച്ചു. ഇപ്പം എനിക്കിപ്പോൾ ഡെയിലി ക്ലെയിമിൽ കിട്ടിയത്. എനിക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ ലുക്ക് ഇത് കാണാം ഇപ്പോൾ. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞ നിയർ ഓഫീസ് എന്ന് പറഞ്ഞ എന്നോട്. എനിക്ക് കാണുന്നില്ല ശരിക്കും. ഞാൻ ഇവിടെ ഓരോ ഡെയിലി ക്ലെയിമിലാണ് കിട്ടിയതാണ് വണ്ടി. ഓക്കെ, ഞാനിവിടെ മൊത്തം തപ്പി ഏടി നമുക്ക് മറ്റേ വണ്ടി കാണുന്നില്ല. റയർ വണ്ടി കിട്ടുമെന്നാ പറഞ്ഞേ. ഓക്കെ, മെക്ലാരൻ ഒരു മെക്ലാരനെ തന്നെ ഇവർ ഫ്രീ ആയിട്ട്. എനിക്ക് അടിപൊളിയാണല്ലോ. ഓക്കെ, ഞാൻ വിൽക്കാൻ പോലില്ല. ഇത് ഞാൻ പേഴ്സണലായിട്ട് വെക്കാൻ പോകുന്ന എൻ്റെ വണ്ടി. ഇത് അടിപൊളി. ഓക്കെ, വണ്ടി ഓഫാക്ക്. വണ്ടിക്കാർക്ക് ഞാൻ ഒന്നും കൂടെ കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചെയ്യണോ ചെയ്യണ്ടേ ഇതാ. ഈ ഡോജ് ചലഞ്ചർ എൻ്റെ പേഴ്സണലായിട്ട് വണ്ടി വെക്കാൻ ഞാൻ വിചാരിച്ചു. അപ്പം ഇത് വിൽക്കണോ. നല്ല രസമുണ്ട് ഈ ഡോജ്. ഇതാണ് തോന്നുന്നത് നമുക്ക് പേഴ്സണലായിട്ട് വെക്കാം. ഞാൻ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളൂ, എന്തെങ്കിലും വിറ്റുണ്ടാക്കിക്കോളൂ. സോ ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല വണ്ടി വാങ്ങാം. ബാക്കി ഈ 2 വണ്ടി ഇപ്പം നമ്മളൊരു പേഴ്സണൽ കാറാക്കി വെക്കാൻ പോകുന്ന. നമുക്ക് ഇവിടെ തിരിച്ച് വെക്കട്ടെ, കാണാമല്ലോ അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട്. 2 വണ്ടികൾ നമ്മളെ പേഴ്സണൽ കാറ്. അത് ഒന്ന് നമ്മളെ മെക്ലാരൻ, ഡോജ്
വലിയ വണ്ടി തന്നെയാണ്, എന്നാലും മെക്ലാരൻ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാല് വലിയ കാര്യം അത്. ഇറങ്ങ മെക്ലാരൻ ഒന്ന് അടുത്ത വീഡിയോയിൽ ഫുള്ളൊന്ന് മോഡിഫൈ ചെയ്യണം. ഒരു അത്ര രസമില്ല ഇതാണ്, മീൻസ് അലോയ്സ് ഒന്നും അത്ര രസമില്ല. വണ്ടി രസമില്ല എന്നല്ല, അലോയ്സ് എല്ലാം ഒരു നോർമൽ അലോയ്സ് ആയിട്ടുള്ള എല്ലാം ചേഞ്ച് ചെയ്യണം, കളർ ചേഞ്ച് ചെയ്യണം, അല്ലോ അടുത്ത വീട്ടിലൊന്ന് എല്ലാം ശരിയാക്കി എടുക്കണം. ഇപ്പം നമ്മളതിൽ 2 പേഴ്സണൽ കാറായി. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ എടുത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.